ഹലോ, വിക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ട്രോബെറിയുടെ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? സ്ട്രോബെറി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെജ് ഗ്ലിസറിനിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. വെജ് ഗ്ലിസറിനിൽ ഇട്ട് വെക്കുമ്പോൾ ഈ സ്ട്രോബെറിയിലുള്ള ആ റെഡ് കളറും അതിന്റെ ജ്യൂസും എല്ലാ സത്തും ഈ ഗ്ലിസറിനിലേക്ക് ഊർന്നു വരും. സ്ട്രോബെറി ഇട്ട് വെച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ നമുക്കതെടുത്ത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. കുറച്ച് ദിവസം അത് വെളിച്ചൊന്നും കിടക്കാത്തൊരു സ്ഥലത്ത് എടുത്തു വെക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഈ ബോട്ടിൽ തുറക്കാതെ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഡെയിലി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്ട്രോബെറി ഗ്ലിസറിനിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് തുറക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, ഇത് പറഞ്ഞറിയിക്കാൻ വയ്യ, നല്ല മണാണ്. ഇപ്പോൾ നമ്മുടെ സ്ട്രോബെറിയുടെ എക്സ്ട്രാക്റ്റ് നമുക്ക് നല്ല കളർഫുൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എക്സ്ട്രാക്റ്റ് കുറേ നാൾ കേടുകൂടാതിരിക്കാനായിട്ട് അതിലേക്ക് ഫിനോക്സി എത്തനോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റെഡ് കളർ കിട്ടാനായിട്ട് നമുക്ക് സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എക്സ്ട്രാ കളർ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.